ഇതാണ് ഒരു ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു ഇതൊക്കെ എന്താ വിളിക്കുക, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. IgA, IgD, IgG, IgE ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ. സോ അങ്ങനെ ഉള്ള ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒരു വൈ ഷേപ്പ്ഡ് സ്ട്രക്ചറാണിത്. ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ്. നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു H2L2, 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനും ആണെന്ന് പറഞ്ഞു. ഇതാണ് ഹെവി ചെയിൻ. ഈ വൈ ഷേപ്ഡ് സ്ട്രക്ചർ കാണില്ലേ, ഇതാണ് ഹെവി ചെയിൻ. കണ്ട, ഇതാണ് ഹെവി ചെയിൻ. പിന്നെ അതാണ് ലോങ്ങറാന്ന് പറഞ്ഞില്ലേ, 2 ലോങ്ങറായിട്ടുള്ള ഹെവി ചെയിൻ. ഇതൊന്ന്, ഇത് 2. അതുപോലെ ഇത് ലൈറ്റ് ചെയിൻ 1, ഇത് ലൈറ്റ് ചെയിൻ 2. സോ സ്മോളർ ലൈറ്റ് ചെയിൻ 2 എണ്ണം, ലോങ്ങർ ഹെവി ചെയിൻ 2 എണ്ണം. സോ 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിൻ. ലൈറ്റ് ചെയിൻ 2 എണ്ണം എങ്ങനെയാണെന്ന് നോക്കിയേ, ചെറുതാണ്. 2 ഹെവി ചെയിൻ നോക്കിയേ, ലോങ്ങറാണ്. ഇനി ഈ ഹെവി ചെയിൻ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, കണ്ട. അതെന്താ, ഡൈസൾഫൈഡ് ലിങ്കേജ് വെച്ചിട്ട്, SS ഡൈസൾഫൈഡ് വെച്ചിട്ടാണ്, കണ്ട, 2 ഹെവി ചെയിനുകളെയും. സോ ഹെവി ചെയിൻ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുപോലെ ഈ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും തമ്മിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഹെവി ചെയിനുകൾ തമ്മിലും ഹെവി ചെയിനും ലൈറ്റ് ചെയിനും തമ്മിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഡൈസൾഫൈഡ് ലിങ്കേജ് SS. സോ ലൈറ്റ് ചെയിൻ 2 എണ്ണം, 2 ഹെവി ചെയിനും. ഇതാണ് ഒരു ആൻറ്റിബോഡി സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞ H2 2 ഹെവി ചെയിൻ, L 2 ലൈറ്റ് ചെയിൻ 2. സോ H2L2 അതാണ് നമ്മുടെ ഒരു ആൻറ്റിബോഡി. ഇനി ഇതിൻ്റെ ഈ ഒരു സൈറ്റ് കണ്ടോ, ഈ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കണ്ടില്ലേ. സോ ഇവിടെയാണ് നമ്മുടെ ഇത് ആൻറ്റിബോഡി അല്ലേ. ഈ ആൻറ്റിബോഡിയിൽ വന്ന് ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ പ്ലേസ് ആണ് ഇത്. ഇതാണ് N ടെർമിനൽ, C ടെർമിനൽ. അതാണ് ഈ C കാണിച്ചേക്കുന്നത്. ഇത് N ടെർമിനൽ. ഇനി ഈ ഷേപ്പിൽ ഈ ഷേപ്പ് 2 എണ്ണം ആൻറ്റിബോഡിയുടെ ഇവിടെയാണ് വന്നിട്ട് എന്ത് ബൈൻഡ് ചെയ്യണ, ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. സോ ഇതാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്, അതുപോലെ ഇതാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. അവിടെ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. സോ ഓരോ ആൻറ്റിജനും ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനിക് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനനുസരിച്ച് ആ ഷേപ്പിനനുസരിച്ച് നമ്മുടെ പെർട്ടിക്കുലർ ആൻറ്റിബോഡിയുമായിട്ട് അത് ബൈൻഡ് ചെയ്യണം. അങ്ങനെ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്നു. സോ ആൻറ്റിജൻ വന്ന് ആൻറ്റിബോഡിയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. സോ H2 അതുപോലെ L2, പിന്നെ ഡൈസൾഫൈഡ് ലിങ്കേജസുകൾ, ഹെവി ചെയിനുകൾ തമ്മിലും ഹെവി ചെയിനും ലൈറ്റ് ചെയിൻ തമ്മിലും, അതുപോലെ അതിൻ്റെ ആൻറ്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഒരു ഷേപ്പ്. ആ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻസൈം റിയാക്ഷൻ പോലെ തന്നെയാണ്. ലോക്ക് ആൻഡ് കീ തിയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചില്ലേ, അതുപോലെ ഒരു പെർട്ടിക്കുലർ കീ തന്നെ ഒരു പെർട്ടിക്കുലർ ലോക്കിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. സോ ഈ പെർട്ടിക്കുലർ ആൻറ്റിജൻ തന്നെ ഈ പെർട്ടിക്കുലർ ആൻറ്റിബോഡിയിൽ വന്ന് ബൈൻഡ് ചെയ്യുള്ളൂ. സോ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഫോർ എ പെർട്ടിക്കുലർ ആൻറ്റിബോഡി. ഇതാണ് നമ്മുടെ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ.